വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് മലയാളത്തിൽ വളരെ എളുപ്പമായിട്ട് ആദ്യത്തെ ഏത് അക്ഷരമാണ് നമുക്ക് ആദ്യമായിട്ട് നമ്മൾ മലയാളം പഠിക്കുന്ന കുട്ടികൾ ആദ്യമായിട്ട് എഴുതി പഠിക്കേണ്ട ലെറ്റർ ഏതാണ്? വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാം. ആദ്യം അക്ഷരം ഏതാണ് മലയാളത്തിൽ? എല്ലാവരും എൻ്റെ ഒപ്പം എഴുതും. റ. എല്ലാവർക്കും പെൻസിൽ പിടിക്കാൻ അറിയാമോ? എന്നാൽ പെൻസിലൊക്കെ എടുത്തോ, എന്നിട്ട് കയ്യിൽ ഇങ്ങനെ പിടിക്കൂ. ഞാൻ പിടിച്ചേക്കുന്ന നമ്മൾ പെൻസിൽ പിടിക്കൂ, എന്നിട്ട് എഴുതാം നമുക്ക്. റ എഴുതിക്കൊള്ളാം. ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതാം. റ റ റ എഴുതിക്കോളൂ. റ ഇങ്ങനെ ഒരു വട്ടം വരയ്ക്കണ പോലെ വരയ്ക്കുക, എന്നിട്ട് പകുതി വെച്ച് നിർത്തുക. ഒന്നും കൂടി എഴുതൂ. ഒരു വട്ടം വരയ്ക്കണ പോലെ ഇങ്ങനെ പിടിച്ച് പെൻസിലൊക്കെ അങ്ങോട്ട് ഉറപ്പിച്ച് പിടിച്ചോളൂ കേട്ടോ. പെൻസിൽ കയ്യിൽ നിന്ന് വഴുക്കി പോകരുത്. കയ്യിൽ മുറുക്കെ പിടിച്ചോ പെൻസിൽ, എന്നിട്ട് എഴുതിക്കോ. റ. അങ്ങനെ റ റ. ബുക്ക് കുറച്ച് പ്രാവശ്യം വേഗം എഴുതും ഇങ്ങനെ. റ റ റ. പഠിച്ചോ? ഒന്നും കൂടെ എഴുതാം. റ റ. വളരെ എളുപ്പമായിട്ട് എഴുതാൻ പറ്റുന്ന അക്ഷരമാണ് റ, അല്ലേ? ഇനി നമുക്ക് ഒരു അക്ഷരം കൂടി എഴുതാൻ പഠിക്കാം. റ കഴിഞ്ഞ് പിന്നെ വളരെ എളുപ്പം എഴുതാൻ പറ്റുന്ന അക്ഷരം ഏതാണ്? റ പോലെ തന്നെ എഴുതി ഇങ്ങനെ ഇവിടെ ഒന്ന് വളച്ച് വെക്കുക. അപ്പം ഇത് ഏത് അക്ഷരമാണ്? ര. ര. ഒന്നും കൂടി എഴുതൂ. റ പോലെ എഴുതി ഇവിടെ ഒന്ന് ചെറുതായിട്ടൊരു പൂജ്യം പോലെ വട്ടം വരയ്ക്കുക. അപ്പം എന്താണിത്? റ. റ. ഇത് റ. ഇത് ര. ര. റ. ര. റായും രായും വളരെ എളുപ്പം നമുക്ക് എഴുതാൻ പഠിക്കാം. അപ്പം പെൻസിലൊക്കെ പിടിച്ചിട്ട് എഴുതിക്കോളൂ. ആദ്യം റ റ, പിന്നെ റ എഴുതിയിട്ട് ഉള്ളിലൊരു വട്ടം വരയ്ക്കുക. അപ്പം ഇതിനെന്ത് പറയും? ര. ര. റ. ര. അപ്പം ഇന്ന് നമ്മൾ ഏതൊക്കെ അക്ഷരങ്ങളാണ് പഠിച്ചത് മലയാളത്തിലെ? റ, ര, റ, ര. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒരു പേജ് ഫുള്ള് നമ്മൾ എന്തെഴുതി കൊണ്ടുവരണം? ഹോംവർക്കാണ് കേട്ടോ. ഒരു പേജ് ഫുള്ള് എഴുതി കൊണ്ടുവരണം. എന്ത്? റ. റ. പിന്നെന്താ എഴുതി കൊണ്ടുവരിക? നെക്സ്റ്റ് പേജിൽ എഴുതേണ്ടത് ര. ര. അപ്പം അടുത്ത ക്ലാസ്സിൽ എല്ലാവരും എഴുതി പഠിച്ചു കൊണ്ടുവരുമോ? റ. ര. റ. ര. എല്ലാവരും പുതിയ പെൻസിലും ബുക്കൊക്കെ വാങ്ങി റായും രായും എഴുതി അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരണം. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.